ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജലനിധിയിലും അംഗൻവാടിയിലും സംസ്ഥാന സഹകരണ യൂണിയനിലും കൂടാതെ മറ്റു സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. സ്ഥിര കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം സംസ്ഥാന സഹകരണ യൂണിയനിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. സംസ്ഥാന സഹകരണ യൂണിയനിൽ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. സഹകരണ വിദ്യാഭ്യാസ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 3 LD ക്ലർക്ക് തസ്തികകളിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും HDC ആൻഡ് BMുമാണ് സഹകരണ വിദ്യാഭ്യാസ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 3 തസ്തികയിലേക്ക് വന്നിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും JDC അല്ലെങ്കിൽ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ അല്ലെങ്കിൽ BSc ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ ബിരുദമാണ് LD ക്ലർക്ക് തസ്തികയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. എഴുത്ത് പരീക്ഷയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. 2024 ജനുവരി 1 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഫോട്ടോ പതിച്ച ബയോഡേറ്റയുമായി ആഗസ്റ്റ് 23 രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം ഊറ്റുകുഴി സംസ്ഥാന സഹകരണ യൂണിയൻ ഹെഡ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. രജിസ്ട്രേഷൻ രാവിലെ 10 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അസിസ്റ്റന്റ്, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ട്രെയിനി തസ്തികകളിലേക്കാണ് നിയമനം. ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ട്രെയിനിക്ക് BSc MLT അല്ലെങ്കിൽ DMLTയും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. കൂടാതെ ബ്ലഡ് ബാങ്കിൽ 6 മാസത്തെ പ്രവൃത്തി പരിചയവും BSc MLT യോഗ്യതയുള്ളവർക്കും 1 വർഷത്തെ പ്രവൃത്തി പരിചയം DMLT യോഗ്യതയുള്ളവർക്കുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. VHSC MLT വിജയിച്ച ബ്ലഡ് ബാങ്കിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അസിസ്റ്റന്റിന്റെ ഒരു ഒഴിവും ടെക്നീഷ്യൻ ട്രെയിനിയുടെ 3 ഒഴിവുകളുമാണ് വന്നിട്ടുള്ളത്. യോഗ്യരായവർ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ അസലും കോപ്പിയും ബയോഡേറ്റയും സഹിതമുള്ള അപേക്ഷ ഓഗസ്റ്റ് 22 വൈകിട്ട് 4 മണിക്ക് മുമ്പായി ബ്ലഡ് ബാങ്ക് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ആഗസ്റ്റ് 24 രാവിലെ 10 മണിക്ക് ബ്ലഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഇന്റർവ്യൂ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ ജലനിധി മലപ്പുറം മേഖലാ കാര്യാലയത്തിൽ പ്രോജക്ട് കമ്മീഷണറുടെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ബിടെക് അല്ലെങ്കിൽ BE സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും കുടിവെള്ള പദ്ധതി മേഖലയിൽ പ്രവൃത്തി പരിചയവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രതിദിനം 1185 രൂപ വേതനം ലഭിക്കും. താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സഹിതം KRWSA മലപ്പുറം മേഖലാ കാര്യാലയത്തിൽ ഓഗസ്റ്റ് 21 രാവിലെ 10 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കൽപ്പറ്റ നഗരസഭ SDSന് കീഴിൽ ജാഗ്രതാ സമിതി പദ്ധതിയിൽ കരാർ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ നിയമനം നടത്തുന്നുണ്ട്. സോഷ്യൽ വർക്ക്, സോഷ്യോളജി, വുമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ് എന്നിവയിൽ ഏതിലെങ്കിലും ബിരുദാനന്തര ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റിന്റെ അസലും പകർപ്പുമായി ഓഗസ്റ്റ് 23 രാവിലെ 10 മണിക്ക് ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മാത്തൂർ പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ സ്ത്രീകൾക്ക് അംഗൻവാടി വർക്കർ ഹെൽപ്പർ ഒഴിവിലേക്ക് ഓഗസ്റ്റ് 23 വരെ അപേക്ഷിക്കാവുന്നതാണ്. അംഗൻവാടി വർക്കർക്ക് 10ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഹെൽപ്പർക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. 10ാം ക്ലാസ് പാസ്സാകേണ്ടതില്ല. പ്രായപരിധി 2024 ജനുവരി 1 18 വയസ്സ് തികഞ്ഞിരിക്കണം. എന്നാൽ 46 വയസ്സ് കവിയാൻ പാടില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 3 വർഷം ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷയുടെ മാതൃക മാത്തൂർ പഞ്ചായത്തിലും കുഴൽമന്ദം ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയത്തിൽ ലഭിക്കുന്നതാണ്. അപേക്ഷകൾ ശിശുവികസന പദ്ധതി ഓഫീസർ ICDS പ്രോജക്റ്റ് ഓഫീസ് കുഴൽമന്ദം പോസ്റ്റ് 678702 എന്ന വിലാസത്തിൽ വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.